നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യും. നടൻ നിലവിൽ നൽകിയ മൊഴി വിശ്വാസയോഗ്യം അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഇതുവരെ ലഭിച്ച വിവരങ്ങളും മൊഴിയും വിലയിരുത്തിയിരുന്നു. നിലവിൽ ഷൈനെതിരെ കാര്യമായ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ലഹരി വിതരണക്കാരിൽ ഒരാൾ എന്ന് കരുതുന്ന സജീറിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഷൈനോടൊപ്പം മുറിയിലുണ്ടായിരുന്ന രണ്ടാം പ്രതിയായ മേക്കപ്പ് മാൻ അഹമ്മദ് മുർഷാദിനെയും പോലീസ് ചോദ്യം ചെയ്യും. വിദേശ മലയാളിയായ ഒരു വനിതയെ കാണാനാണ് താൻ ഹോട്ടലിൽ എത്തിയിരുന്നത് എന്നാണ് നേരത്തെ ഷൈൻ മൊഴി നൽകിയിരുന്നത്. ഇവർക്ക് വേണ്ടിയും അന്വേഷണം നടക്കുന്നുണ്ട്. മുർഷാദ് ഷൈന് ലഹരി നൽകിയിരുന്നു. അത് ഒളിപ്പിക്കാനാണ് ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നും ആരോപണം നിലവിലുണ്ട്. നിലവിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയും സജീറും ഷൈനുമായുള്ള ബന്ധം തെളിയിക്കാനുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഷൈനിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ കോളുകളും പോലീസിന്റെ പരിശോധനയിലാണ്. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ ഷൈനുമായി ലഹരി കച്ചവടക്കാരോ ഇടനിലക്കാരോ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും അന്വേഷിക്കാൻ കഴിയും. ഇതിനുശേഷം മാത്രമാകും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ. ഷൈൻ നേരത്തെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. MDMAയും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നും 1 മാസത്തിനിടെ ഇവയൊക്കെ ഉപയോഗിച്ചെന്നും ഷൈൻ സമ്മതിച്ചിരുന്നു. ഇത് തെളിയിക്കാനുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകൂ. കൂടാതെ സിനിമാ മേഖലയിൽ മറ്റുള്ളവരും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ഷൈൻ മൊഴി നൽകിയിരുന്നു. ഇതും അന്വേഷിച്ച് വരുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഗുണ്ടകളാണ് റൂമിലേക്ക് വരുന്നത് എന്ന് കരുതിയാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം ഷൈനോട് ചോദിക്കുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഷജീറിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ചിലരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിലുള്ള ലഹരി ഇടപാടുകളെ കുറിച്ചും നിലവിൽ അന്വേഷണം തുടരുകയാണ്. ആവശ്യമെങ്കിൽ ഷൈൻ ടോമിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഇപ്പോൾ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. നിലവിൽ ഷൈൻ ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നാണ് വിവരം. രാസപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ്. തനിക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമുണ്ടെന്നാണ് ഷൈൻ വെളിപ്പെടുത്തിയത്. ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റിനായി പോലീസ് അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം ഷൈന്റെ അക്കൗണ്ടിൽ 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതും ഓൺലൈൻ പേയ്മെന്റ് വഴി. ഈ വിവരങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പണം ലഭിച്ച ഉടമയെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേർന്നിരുന്നു. നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് ഉൾപ്പെടെ പരാതി നൽകിയ സാഹചര്യത്തിൽ ICCയോട് റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുമുണ്ട്.